വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബം സന്ദർശനം നടത്തിയതും യോഗത്തിൽ പങ്കെടുത്തതും എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബി.ജെ.പി. നേതാവ് വി മുരളീധരൻ. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ മകളെന്നും സന്ദർശനത്തിനെക്കുറിച്ച് റിയാസിനോ സർക്കാരിനോ ഒന്നും പറയാനില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം കേരളത്തിലെ പാകിസ്ഥാൻ മുക്കുകൾ ജനങ്ങൾ തന്നെ മാറ്റുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ അവഹേളനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് അതീവ സുരക്ഷാ മേഖലയായ പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം സന്ദർശനം നടത്തിയതാണ് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത്. എം.ഡി. പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഔദ്യോഗിക യോഗത്തിലടക്കം പങ്കെടുത്തു. യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിന് അന്വേഷണം നേരിടുന്നയാളാണ്. എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനമെന്ന് വി മുരളീധരൻ ചോദിച്ചു. വിഴിഞ്ഞത്തെ പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൂടി നടത്തിയ ഒരു സന്ദർശനത്തിന്റെയും ചിത്രങ്ങളും അതിന്റെ വാർത്തയും ഒക്കെ നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യ, മകൾ, കൊച്ചുമകൻ ഇവരെല്ലാവരും കൂടി പോയിരുന്നു. ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ഇവരെല്ലാവരും കൂടി പോയതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ആ പദ്ധതി പ്രദേശം സന്ദർശിച്ചത്? ഈ പദ്ധതിയുടെ വിഴിഞ്ഞത്തിന്റെ എം.ഡി. ദിവ്യ അയ്യർ ഈ പദ്ധതിയെക്കുറിച്ച് നടത്തുന്ന ആ വിശദീകരണം നടത്തുന്ന സമയത്തുള്ള ചിത്രങ്ങളിൽ ഇവരെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഔദ്യോഗിക യോഗത്തിലാണ് പങ്കെടുക്കുന്നത്. അതേസമയം കേരളത്തിലെ പാകിസ്ഥാൻ മുക്കുകളെക്കുറിച്ചും അതിൽ CPM നേതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ചും വി മുരളീധരൻ പറഞ്ഞു. പാകിസ്ഥാൻ എന്ന പേരിനെ അനുകൂലിക്കുന്ന MP ഗോവിന്ദന്റെ കൂർ എവിടെയാണെന്നുള്ളതിൽ സംശയമില്ല. പണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ജിന്നയെ പിന്തുണച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും കേരളത്തിൽ ഇത്തരം പേരിലുള്ള സ്ഥലങ്ങൾ ജനങ്ങൾ തന്നെ മാറ്റുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെട്ടപ്പോൾ അതിനെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യ വിഭജിക്കണം, ദ്വിരാഷ്ട്രവാദം അതിന് പിന്തുണച്ച ആളുകളാണ്. അതേ വികാരം അവരിപ്പോഴും പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിൽ കാണുന്നുള്ളൂ. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി പാകിസ്ഥാൻ അനുകൂല പേരുകളുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് തുറന്നുകാട്ടുന്ന ജനം TV ക്യാമ്പയിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ജനം, കൊല്ലം.